2019 ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ ജയിലിലാണ്. കഴിഞ്ഞ ദിവസമാണ് SIT പങ്കജ് ഭണ്ഡാരിയെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കൊപ്പം ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും അറസ്റ്റിലാണ്. ഈ ഘട്ടത്തിലാണ് മാതൃഭൂമി ന്യൂസ് പുതിയ വിവരം കൂടി പുറത്തുവിടുന്നത്. അതായത് 2019 മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് പ്രവർത്തിച്ചിരിക്കുന്നത്. 2009 സ്മാർട്ട് ക്രിയേഷൻസ് സന്നിധാനത്തെത്തിയിരുന്നു. അന്നവർ ചെയ്തത് ശബരിമല സന്നിധാനത്തെ കന്നിമൂല ഗണപതിയുടെയും നാഗരാജ ക്ഷേത്രത്തിൻ്റെയും മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെയും മേൽക്കൂര സ്വർണം പൂശുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അവകാശവാദം സ്മാർട്ട് ക്രിയേഷൻസ് ഉന്നയിച്ചിരിക്കുന്നത് 2011 അവർ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റിലൂടെയാണ്. 2009 ഒക്ടോബർ മാസത്തിൽ ഈ 3 ക്ഷേത്രങ്ങളുടെയും ശ്രീകോവിലിൻ്റെ മേൽക്കൂര സ്വർണം പൂശി എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് അവകാശപ്പെടുന്നത്. ഏതായാലും അങ്ങനെ വരുമ്പോൾ മറ്റൊരു അപകടം അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു കൊള്ള നടക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം 1998 ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയുമ്പോൾ വിജയ് മല്യ 2 ഉരുപ്പടികൾ കൂടി സ്വർണം പൊതിഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, ശബരിമല ശ്രീകോവിലിൻ്റെ 3 താഴികക്കുടങ്ങൾക്കൊപ്പം കന്നിമൂല ഗണപതിയുടെയും നാഗരാജ ക്ഷേത്രത്തിൻ്റെയും താഴികക്കുടങ്ങളും സ്വർണം പൊതിഞ്ഞിരുന്നു. അപ്പോൾ 2009 സ്മാർട്ട് ക്രിയേഷൻസ് നാഗരാജ ക്ഷേത്രത്തിൻ്റെയും കന്നിമൂല ഗണപതി ക്ഷേത്രത്തിൻ്റെയും മേൽക്കൂര സ്വർണം പൂശാനെത്തുമ്പോൾ അവിടുത്തെ താഴികക്കുടം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതായിരുന്നു എന്ന് വ്യക്തം. അങ്ങനെയെങ്കിൽ ആ താഴികക്കുടങ്ങളാണോ ഇപ്പോഴും അവിടെയുള്ളത്? അതല്ല, പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് 2009 ആ താഴികക്കുടം അടിച്ചുമാറ്റി പകരം സ്വർണം പൂശിയ മറ്റൊരു താഴികക്കുടമാണോ അവിടെ വെച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ വലിയൊരു കൊള്ള 2009 നടക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ കൂടി SIT പോകേണ്ടതുണ്ട്. കാരണം ഇതുവരെ 2009 സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമലയിൽ എത്തിയതായി ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല.